മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും കാറിലുണ്ടായിരുന്ന ഇടുക്കി തൊടുപുഴ സ്വദേശികളും തമ്മിലാണ് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായത്. കാറിലുള്ളവർ ബസ്സിനകത്തേക്ക് കയറിയതിന് പിന്നാലെയാണ് സംഭവം. മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തെന്നും ശേഷം പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടെന്നുമാണ് കാറിലുണ്ടായിരുന്നവർ നൽകിയ പരാതിയിൽ പറയുന്നത്. ബ്രേക്കിട്ടപ്പോൾ കാറിലുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ മുഖം ഡാഷ്ബോർഡിലിടിച്ച് പരിക്കുപറ്റി. ഇത് ചോദിക്കാൻ ചെന്നപ്പോൾ ബസ് ഡ്രൈവറും കണ്ടക്ടറും മർദ്ദിച്ചെന്നാണ് ഇടുക്കി സ്വദേശി അക്ബർ കൊന്താലം നടക്കാവ് പോലീസിൽ നൽകിയ പരാതി. എന്നാൽ 2 കാറുകൾ ബസ്സിന് കുറുകയിട്ട് തടസ്സം സൃഷ്ടിച്ചെന്നും പിന്നാലെ 5 പേർ ബസ്സിനകത്തേക്ക് കയറി വന്ന് ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ചു എന്നാണ് കോഴിക്കോട് കക്കാടംപുഴയിൽ സ്വദേശിയും ബസ് ഡ്രൈവറുമായ സുരേഷ് ബാബു നൽകിയ പരാതിയിൽ പറയുന്നത്. കാറിനെ ഓവർടേക്ക് ചെയ്ത് കാറിൻ്റെ മുമ്പിൽ സഡൻ ബ്രേക്ക് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു പ്രകോപനങ്ങളോ കാര്യങ്ങളോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ താഴെ സിവിൽ സ്റ്റോപ്പിൽ വെച്ചിട്ട് 2 കാറ് വന്ന് ബസ്സിനെ ബ്ലോക്ക് ഇട്ട് കാറിൽ നിന്ന് 5-6 ആൾക്കാരോളം വന്നിട്ട് നമ്മളെ ഡ്രൈവർ സീറ്റിൽ ഒരു പ്രകോപനം ഇല്ലാതെ നമ്മളെ ഡ്രൈവർ സീറ്റിൽ കയറി അടിക്കുകയാണ്, ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. നടക്കാവ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനൊരു നിയമ നടപടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വാദി പ്രതിയാവുന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് നിലവിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള FIR-ൽ. വഴി തടസ്സപ്പെടുത്തൽ, ഉപദ്രവിക്കൽ തുടങ്ങി 4 വകുപ്പുകൾ ചേർത്താണ് ബസ് ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. അശ്രദ്ധമായി വാഹനമോടിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 6 വകുപ്പുകൾ ചേർത്ത് കാർ ഡ്രൈവറുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. നടക്കാവ് പോലീസ് 2 കൂട്ടരുടെയും പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.